കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മറ്റൊരു കിച്ചൺ ടൂറിലോട്ടാണ്. ഇപ്പൊ എന്നെ അപ്പു ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റേ സുഭാഷിനെ വലിച്ചിടുന്നു ലൂസ് എടുക്കണം എന്ന് വലിച്ചോണ്ടിരിക്കുക. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര എക്കോയാണ്. അപ്പം മൈക്ക് സത്യം പറഞ്ഞാൽ മറന്നുപോയി. വീട്ടിൽ വെച്ച് ഇന്നലെ കടയിൽ നിന്ന് വീഡിയോ എടുത്തതിന് ശേഷം വീട്ടിൽ കൊണ്ട് മറന്നുപോയി. അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം, കാരണം കുറച്ചൊരു നല്ലൊരു കോറസ് സൗണ്ടൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലാണ് നിൽക്കുന്നത്. ഓ മൈ ഗോഡ്, അതാണ്ട കഥയ്ക്ക് പുറകിൽ എന്താണ് പൊളിച്ചു വെച്ചേക്കുന്നത് നിങ്ങൾ ഓർക്കും. അത് കഴിഞ്ഞ ദിവസം ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മുടെ വീട് നമ്മൾ മേടിച്ചതിന് ശേഷം ഏകദേശം നമ്മുടേതായിട്ടുള്ള രീതിക്ക് കുറച്ചൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ചേഞ്ചസ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഹോം ടൂർ ഇട്ടത്. കാരണം ഒത്തിരി വ്യത്യാസങ്ങൾ വരും ഇതിനകത്ത്. അതുകൊണ്ട് ആണ് ആ ഹോം ടൂർ ഇട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ പറഞ്ഞു കുറേ ചേഞ്ച് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് കുറച്ചുകൂടി സ്പേസ് ആക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഭയങ്കര പൈസയിലേക്കും പോയിട്ട് നമ്മുടെ ബഡ്ജറ്റാണ് നിൽക്കുകയും ചെയ്യണം. അപ്പം നമുക്ക് നല്ലൊരു ആളെ കിട്ടുകയും ചെയ്ത് നമ്മളിങ്ങനെ ഒത്തിരി അന്വേഷിക്കാൻ പോയില്ല. പക്ഷെ നമുക്കറിയാവുന്നവരോട് പറഞ്ഞ് അങ്ങനെ ചെയ്തിട്ടാണ് ആളെ കിട്ടി. നമുക്ക് പറ്റുമെന്നുള്ളതുകൊണ്ട് മാത്രം നമുക്ക് അതിനകത്തോട്ട് ഇറങ്ങി കേട്ടോ. ഒത്തിരി പൈസയ്ക്കും അല്ല ചെയ്യുന്നത്. എന്നാലും അത്യാവശ്യം എമൗണ്ട് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഒരു മൊത്തം പൊളിച്ച് റീബിൽഡ് ചെയ്യുക അങ്ങനല്ല. ഇപ്പം നമുക്കൊരു ഡ്രീം ഉണ്ടായിരുന്നല്ലോ മനസ്സിൽ, നമുക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയുടെ അവസാനം പറഞ്ഞ് നമ്മുടെ അത്യാഗ്രഹമാണെന്ന് ഒരിക്കലും വിചാരിക്കുക. എല്ലാ മനുഷ്യർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പം നമുക്ക് വീട് പണിയാനായിരുന്നു ആഗ്രഹം. നമുക്ക് കുറേ പ്ലാനൊക്കെ നമ്മൾ വരയ്ക്കുകയും നമ്മളെ 3D ഡിസൈനൊക്കെ ചെയ്ത പക്ഷെ നമുക്കത് സാധിച്ചില്ല. അന്നേരം അതിനുള്ളൊരു സാഹചര്യമോ വരുമാനം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പം നമുക്ക് വീട് മേടിക്കാൻ പറ്റിയപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലോട്ടൊന്ന് മാറ്റി കൺവേർട്ട് ചെയ്യണം. നമുക്ക് ആ ഒരു രീതിയിലോട്ട് വന്നാലേ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സ് നിറയത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇതിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പം കുറച്ച് ദിവസം, അതായത് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഇനി അടുത്ത അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് വ്ളോഗ് വന്നാൽ വരുക നമ്മുടെ വിശേഷങ്ങളായിരിക്കും. വീടിൻ്റെ വ്ളോഗ് വരുമ്പോൾ ഓരോരോ പണികൾ ഓരോന്നും മാറുന്നതനുസരിച്ചാണ് നിങ്ങളോട്ട് അത് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ ഇപ്പം കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനെ മുൻകൂട്ടി പറയാതെ നിങ്ങളിലേക്ക് ഇങ്ങനെ പതുക്കെ കൊണ്ടുവരുവാണെങ്കിലാണ് നമുക്കും സന്തോഷം, അതായത് കാണാൻ സന്തോഷം. അതെ. അപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കളർ ചേഞ്ച് ചെയ്യണം എന്നുള്ളത്, വൈറ്റിലോട്ട് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. നമുക്കത് അവസാനം എല്ലാം പണിയും കഴിഞ്ഞ് നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മളത് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. വൈറ്റിലോട്ട് നമുക്ക് വൈറ്റ് വേണമെന്നാണ് ആഗ്രഹം. പക്ഷെ വൈറ്റ് ഒരു പരിധിയുണ്ട്. പെട്ടെന്ന് അഴുക്ക് പറ്റിയാലൊക്കെ നമ്മൾ അറിയാൻ പറ്റും. പക്ഷെ ഇത് നല്ല ആംബിയൻസ് ഉണ്ട്. പക്ഷെ വൈറ്റ് ആയിരിക്കും കുറച്ചുകൂടെ നമ്മുടെ ഇന്റീരിയറിൻ്റെ ഒക്കെ ചേരുന്നത് വൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് അടിക്കണേ സാറേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറ്റുവാണേ അടിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതായത് ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ചേഞ്ചസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇത് പൊളിച്ചു വെച്ചേക്കുന്നത് കാണാം. അത് എന്തിൻ്റെ ഭാഗമാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മറ്റൊരു കിച്ചൺ ടൂറിലോട്ടാണ്. അതായത് പണി തീരുന്നതിന് മുമ്പുള്ള കിച്ചൺ ടൂറിലോട്ടാണ്. അത് അത്രയും ഭാഗം കണ്ടതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് ഇങ്ങനെ ആക്കിയെന്നും കൂടെ കാണാം കേട്ടോ. മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് മൂന്ന് രീതിയിൽ കാണാം. ഒന്ന് നിങ്ങൾ ഹോം ടൂറിനകത്ത് കണ്ടല്ലോ എങ്ങനെ കിച്ചൺ ഇരുന്നെന്നുള്ളത്, അതായത് ആള് പണിഞ്ഞപ്പോ കൊണ്ടു വന്നപ്പോ ഉള്ള കിച്ചൺ. രണ്ട് ഇപ്പൊ അത് നമ്മള് നമ്മുടെ രീതിയിൽ പൊളിച്ചിട്ടപ്പോ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് മാറാൻ പോലെ നമ്മുടെ സ്വപ്നത്തിനനുസരിച്ച് വരുന്ന കിച്ചൺ. അതെ അത് എങ്ങനെ മാറുന്നത് നമുക്കറിയാം. പക്ഷെ അതിപ്പോ നിങ്ങളെ കാണിക്കുന്നില്ല, പണി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ കുഞ്ചൂസ് അത് പ്രസന്റ് ചെയ്യേ അങ്ങോട്ട് പോകാം. അവളുടെ ഭാഗമാണല്ലോ, കാരണം ഭയങ്കര എന്താ ഇതിലാണ് ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ അതെ. അപ്പൊ നമുക്കത് കാണാവേ. യെസ്, അതെ വേണ്ട. നമ്മുടെ ഇവിടെ ഒത്തിരി സാധനങ്ങൾ പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നും വേസ്റ്റ് ആകത്തില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, തുടക്കത്തിലേ തന്നെ ഇതിനകത്ത് എന്തൊക്കെ നമ്മൾ പൊളിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ വേസ്റ്റ് ആക്കാതെ നമ്മൾ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും. കാരണം ഇതെല്ലാം പൈസ മുടക്കി ചെയ്തതാണ്, നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതുമാണ്. ആ പൈസയുടെ മൂല്യം അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിലോട്ട് അത് ചെയ്യുന്നുണ്ട്. പുറകെ അത് കാണിച്ചു തരാം ഇതിൻ്റെ ഭാഗമായിട്ട് കേട്ടോ. ഓക്കെ, അപ്പം
ഇവിടെ ഇതെല്ലാം ചേഞ്ച് ആവേ. ആ വാഷ് ബേസിൻ കൗണ്ടർ ഒന്നും ഇവിടെ കാണത്തില്ല കേട്ടോ. അതെല്ലാം മാറും. അപ്പം കുറെ പേര് കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഓപ്പൺ കിച്ചൺ ആണെന്ന്. അപ്പം നമ്മൾ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. നമുക്ക് പൊളിക്കാവുന്ന അത്രയും നമ്മൾ പൊളിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ രണ്ടുപേരോട് അത്രയും ആഗ്രഹിച്ച് അത്രയും പ്ലാൻ ചെയ്ത് കറക്റ്റ് കണക്കിൽ നമ്മൾ പറഞ്ഞ ഇന്റീരിയർകാർക്ക് പറഞ്ഞു കൊടുത്ത് ഇന്റീരിയർ ചെയ്യുന്ന വേറൊരു ടീമാണ്. അപ്പൊ നമുക്കൊരു വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇത്രയും വർഷത്തെ നമ്മുടെ കുറേ ഇത് ഇങ്ങനെ കണ്ടുപിടിച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ അവരിലേക്ക് പറഞ്ഞു കൊടുത്ത് അവരാണ് അതിന്റെ മെറ്റീരിയൽ എല്ലാം എടുത്ത് ചെയ്ത് തരുന്നത്. ഇത് ഇന്റീരിയർ നമ്മൾ ചെയ്യുന്നതെന്ന് പറയാം. അവർ ഇന്റീരിയർ ടീം നമുക്ക് കൊടുക്കുന്നത് മാത്രമേ. അപ്പൊ നമുക്ക് ഓപ്പൺ കിച്ചൺ ആണ്. ഇവിടെ ഒത്തിരി പ്രത്യേകതകളൊക്കെ വരും ഓപ്പൺ കിച്ചണിന്റെ ഭാഗമായിട്ടുള്ള. അതൊക്കെ നിങ്ങളെ പയ്യെ കാണിക്കാം. അപ്പൊ കേറി വരും. നിങ്ങൾ അന്ന് കണ്ടോലെയാണോ നോക്കി. നല്ല ഹൈറ്റ് വരുന്നുണ്ട്. ഈ ഹൈറ്റിലെല്ലാം കുറെ ഐറ്റംസ് വരും. അതായത് കബോർഡ്സ് എല്ലാം വരും. പിന്നെ നമ്മുടെ ഹോം അപ്ലയൻസസ് എല്ലാം വരും. മേടിച്ച ഐറ്റംസ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അതെല്ലാം എവിടെയൊക്കെ വരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. എങ്കിലും ചിലത് മനസ്സിലായില്ല, എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ വീഡിയോ ചെയ്യാൻ വെക്കുന്നത് നമുക്ക് വീഡിയോ മുന്നോട്ടിടുമ്പം കുറച്ചു പേർക്ക് കൂടെ ഉപകാരമായിരിക്കും. വീട് ചെയ്യാനിരിക്കും, മേടിക്കാനിരിക്കുന്നവർക്കല്ലെ പണിയെടുക്കുന്നവർക്ക് പിന്നീട് നമുക്ക് ഭാവി കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആണല്ലോ വീഴുന്നത് നമുക്കൊരു മെമ്മറി ആണല്ലോ. അതുകൊണ്ട് ഇതൊക്കെ തരുന്ന കേട്ടോ. പിന്നെ ഇവിടെ ഇതിന് ഇടയ്ക്ക് ഒരു വോൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫുള്ള് കട്ട് ചെയ്തു. അത് നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു കാര്യം മേള് വരെ കട്ട് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ അത് പോസിബിൾ അല്ല. കാരണം മേളിലെ വാർക്കേനെ അത് ബാധിക്കും. പിന്നെ നമുക്ക് മേളിലോട്ട് പിന്നെയും റൂമൊക്കെ പിടിക്കേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ചെയ്യേണ്ട വന്നാൽ നമുക്കത് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഹാഫായിട്ട് കട്ടി. കാരണം അതിന് മേളിലാണ് ആ ബെൽറ്റ് വരുന്നത്. ലിൻഡൽ വരത്തില്ലേ നമ്മൾക്ക് ഈ കട്ടളയുടെ മേളിൽ കമ്പിയിട്ട്, അത് ആ പോർഷനിലാണ് വരുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിലനിർത്തി. അപ്പോൾ നമ്മൾ ആ അപ്പുറത്തായിരുന്നു വർക്ക് ഏരിയ. അതുകൂടെ നമ്മൾ മാറ്റിയിട്ട് ഒറ്റ കിച്ചണാക്കി. കുമാരിയമ്മയുടെ ഒരു സങ്കടമായിരുന്നു ചെറിയ കിച്ചണാണെന്നുള്ളത്. അത് നമ്മളങ്ങ് കംപ്ലീറ്റ് ഇനിയിപ്പോൾ ഇതിനകത്ത് ഫുൾ ഓടി നടക്കാൻ കളിക്കാനായിട്ടുള്ള ഏരിയ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ടൈല് ഭയങ്കര ഒരു ഡാർക്കിഷ് ടൈലായിരുന്നു. അത് ആ ടൈലിൻ്റെ അതല്ലേ കിടക്കുന്നത്? അതാ ടൈലാണോ അല്ലേ? സിമെന്റ്. പക്ഷെ അത് ഒരു ഭയങ്കര നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് അത്ര എന്തോ ഒരു കുളത്തില്ല കേട്ടോ. ഈ ഒരു ടൈലായിരുന്നു. ഇതുണ്ടോ? ഈ ഒരു കളറായിരുന്നേ. ഇതൊരു സുമാറല്ലായിരുന്നു. നമുക്കൊട്ടും നഷ്ടം വരുന്നത്. അതിന് വേറെ നല്ല കളറുണ്ട്. പക്ഷെ ഈ ടൈലായതുകൊണ്ട് ഈ കിച്ചൺ ഒരു വെട്ടം തോന്നിക്കുന്നേ ഇല്ലായിരുന്നു. നമുക്ക് കയറുമ്പോ ബാക്കി എല്ലാം ഓക്കെയാണ്. നമുക്ക് ഒരു 40 രൂപയുടെ ടൈലായിരിക്കും. അതാണ് നമ്മളത് പൊടിയെന്ന് വെച്ചു. അതിന് വേസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്യും വേറെ എന്തിനേലും. അതെ. പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന സിങ്ക് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടാത്ത സാധനം സ്ലാബാണ് കേട്ടോ. അത് നല്ല, കാരണം ബിൽഡിംഗ് അത്രയും സ്ട്രോങ് ആയിട്ടാണ് പണിത് വെച്ചിരിക്കുന്ന ആള്. ഹെവി ആയിരുന്നു, നല്ല പൊളിക്കാൻ നല്ല കഷ്ടം. അത് നിങ്ങൾക്ക് മനസ്സിലാവേ, നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്ലാബൊക്കെ എടുത്തപ്പോൾ സ്ലാബ് പൊട്ടിപ്പോയിട്ടുണ്ട്. അതും നമുക്ക് പിന്നെ യൂസ് പോയി. അതെ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പം വർക്ക് ഏരിയ പോയില്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അവിടെ എടുത്തു വെച്ചേക്കുന്ന സാധനം ഒന്നും നമ്മൾ വേസ്റ്റ് ആകത്തില്ല. സിങ്ക് സാധനങ്ങൾ അവിടെ അപ്പുറത്തൊക്കെ ഉണ്ട്. 2 സിങ്ക് ഉണ്ടായിരുന്നു കിച്ചണിലെ. 2 സിങ്കും ഇനി വരാൻ പോകുന്നത്. അതെ. ഇത് നേരെ നമ്മൾ വെളിയിലേക്കായിരുന്നു. കുഴപ്പമില്ല, ഞാൻ കാണിച്ചോളാം. നീ ഇങ്ങോട്ട് നോക്കിയ അവിടുന്ന്. അപ്പൊ ഇവിടെ ഒരു വർക്ക് ഏരിയ വരികയാണ് കേട്ടോ. ഒരു വർക്ക് ഏരിയയോടെ വരികയാണ്. വർക്ക് ഏരിയ ആക്കി നമ്മൾ നേരെ ഇറങ്ങുന്നത് അവിടേക്കായിരുന്നു. പിന്നെ കിണറായിരുന്നു കാണുന്നത്. കിണറിന് തൊട്ടിച്ചിട്ട് വിട്ടിട്ട് നമ്മൾ നേരെ അവിടെ ഒരു വർക്ക് ഏരിയ അടിച്ചു. വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ആ കുക്കിംഗ് അങ്ങനൊന്നുമില്ല. കുക്കിംഗ് ഇവിടെ തന്നെ. ഇത് ഷോപ്പ് കിച്ചണോ അങ്ങനൊന്നും അല്ല. ഇത് കിച്ചൺ തന്നെ, നമ്മുടെ വർക്ക് ചെയ്യുന്ന കിച്ചൺ തന്നെ. പക്ഷെ അവിടേക്ക് നമ്മൾ ആ ഐറ്റംസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ബാക്കി നമ്മുടെ ഒരുപാട് ചിറ്റാമിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് വലിയ ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ മറ്റേ ചെറിയ ഫ്രിഡ്ജ് വെക്കണം. അവിടെ നമുക്ക് ഇറച്ചി മീന കാര്യങ്ങളെല്ലാം അവിടെ പുറത്താക്കണം. അതൊക്കെ ചിറ്റാമിക്ക് അത് നല്ലതാ. നമുക്കില്ലേ
വെക്കുമ്പോഴേ ഈ ചിക്കനും മീനും എല്ലാം ഫ്രിഡ്ജ് നമ്മൾ ഒരു സ്മെല്ല് വരും. അപ്പൊ ഇതൊക്കെ ഏതൊന്ന് വെള്ളം വരും. നമ്മൾ എത്ര ഇത് ചെയ്തിട്ട് വെച്ചെന്നുണ്ടായാലും അതിനകത്ത് ചോരയും വെള്ളം എല്ലാം വരും. അപ്പൊ ഒരു ചെറിയ കിച്ചൺ പോലെ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. കുക്കിംഗ് ഇല്ല. നമുക്ക് അതിനകത്ത് മീൻ കഴുകാനും ചിക്കൻ കഴുകാനും എല്ലാം. പിന്നെ അതിനകത്താണ് നമ്മുടെ ബാക്കി വേസ്റ്റ് മാനേജ്മെന്റ് വരുന്നത്. അവിടെയാണ്. അതെ അതെ. ഇതൊക്കെ നമ്മുടെ അപ്പം ഇപ്പൊ നിലവില് കട്ടള വെച്ച് കഴിഞ്ഞു. ഇപ്പൊ വാർക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഇതെങ്ങനെ ഇങ്ങനെ ആയി എന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളൊന്ന് പനി പിടിച്ച് കിടന്നപ്പോഴത്തേക്ക് ഒരു ദിവസം കൊണ്ട് ഇവിടെ കെട്ട് കഴിഞ്ഞു കേട്ടോ. കട്ടള ഉൾപ്പെടെ വെച്ച് കഴിഞ്ഞു. അല്ല പാകം പൊളിച്ചോ ഈ കട്ട. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഈ സാധനം. ഇല്ല ഇവിടെ എല്ലാം പൊളിക്കണം. ഇനി ഈ ടൈല് ഫുള്ള് പൊളിക്കണ്ടാണ്. നമ്മള് സ്ഥലത്ത് വന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ 12 സെന്റ് ഭൂമിയിൽ വന്നതാണ്. ഇപ്പൊ എന്നെ അപ്പു ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റേ സുഭാഷിനെ വലിച്ചിടുന്ന ലൂസ് എടുക്കണം എന്ന് പറഞ്ഞ് വലിച്ചോണ്ടിരിക്കുക. അത് വളർന്നിറങ്ങി അതിനകത്തോട്ടെ. ഇത്രയും ഇങ്ങോട്ട് ഇറങ്ങി. ഞങ്ങൾ ഈയിടെ കുറച്ച് നാൾ മുന്നേ വന്നായിരുന്നു. അതിൽ ഞാൻ പിടിക്കാൻ കേട്ടില്ല. വെള്ളം കാണിച്ചിട്ടുണ്ടോ? ഇത്രയും വെള്ളം ഇത്രയും വെള്ളമുണ്ട്. ഇത്രയും പോയല്ലേ ഇറങ്ങും. പിന്നെ മൊത്തം കാടായി പോയല്ലേ. ഇവിടെ ഇവിടെ ഉണ്ട് ആഴ. ഇവനിപ്പോ പൊക്കി കാണിക്കും. കെട്ടിയിട്ടേക്കുന്ന കയറ്. ഇവിടെ വരെ വെള്ളം പൊങ്ങിയെന്ന് തോന്നുന്നു. വെള്ളം തട്ടില്ല. ആ ഇവിടെ നട്ടുണ്ടല്ലേ. നീ പിടിച്ചേക്കുന്നവിടെ നട്ടു. നട്ട് താഴോട്ടുള്ളതാണ്. എങ്ങനെയും പിടിക്കാതെ ഇപ്പഴുണ്ട്. ഇത്രയാണോ? ഇതട്ടെ പെരുന്നാരൊക്കെയുണ്ടല്ലേ. കുപ്പി കൊണ്ടോടാ എന്തി? ആ അതേണ്ട സൈഡിൽ കിടക്കുന്നു.
അല്ലെ കൈക്കകത്ത് ഇത് കയറിയിരിക്കുമായിരിക്കും അവിടെ. എൻ്റെ കാല് പിടിച്ച് അത്ര കുറച്ച് ഇതിങ്ങനെ പള്ള പിടിച്ചാണ് അപ്പുറത്തെ പറമ്പ് വെറുതെ കിടക്കുമല്ലേ. അപ്പോൾ അവിടെ നിന്ന് എല്ലായിടത്തും കണ്ട് ഇങ്ങനെ കാട് പിടിച്ച് കയറി വരും. പിന്നെ അവിടെ നമ്മളന്നും എടുത്തതിൻ്റെ ബാക്കി മണ്ണ് അവരന്ന് ഇട്ടിട്ട് ഇറക്കിയിട്ട് പോയത് ഇതെല്ലാം. അയ്യോ ഇത് മറ്റേ സിനിമയ്ക്കകത്ത് മുത്തശ്ശിയുടെ സിനിമയ്ക്കകത്ത് മുടി പോലെ ഉണ്ടല്ലോ. നമ്മൾ ആ മുത്തശ്ശി എന്ന് പറഞ്ഞ ഇത് കണ്ടില്ലേ, പുള്ളിക്കാരുടെ മുടി പോലെ. കുറച്ച് വൃത്തിയാക്കോട്ടെ. ഞാൻ ഇവിടെ നോക്കിക്കാവേ. എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല, പനിയാ. വെറുതെ വിടുന്നു. ഒരു ദിവസം അവിടെ നടന്നോട്ട് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതാ എന്റെ മൊത്തം എനിക്ക് സന്തോഷം കാണുന്നത്. അതിങ്ങനെ വാചാലമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം. പിന്നെ നിങ്ങൾ ഇത് പൊളിച്ചിട്ടേക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരല്ലേ, കാരണം അത്രയും ബെറ്റർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്തായാലും ഹാപ്പി ആവും കംപ്ലീറ്റ് ആയി വരുമ്പോഴത്തേക്ക്. തീമൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന്, എന്തായിരിക്കും ഗസ്സൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞേക്ക്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. കാരണം മെയിനായിട്ട് വീഡിയോ ഇടുന്നതിൻ്റെ ഒരു കാര്യം അതുകൂടെയാണ് കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രം ആണ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ഓരോ കാര്യത്തിലും സജഷൻസ് ഒത്തിരി കിട്ടും. ഇപ്പോൾ നമ്മൾ ഷോപ്പ് തുടങ്ങിയ സമയത്താണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ നിന്ന് ഒത്തിരി സജഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നല്ലതാണെങ്കിൽ ആ സജഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളത് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. കാരണം ഓപ്പൺ കിച്ചൺ അല്ലെങ്കിൽ മോഡുലാർ കിച്ചൺ ഉള്ള ഒത്തിരി ആളുകളുണ്ട്, അവർക്ക് സജഷൻസ് പറയാം. ഓക്കെ. അപ്പം പിന്നെ എന്താ ഒരുപാട് സ്മെല്ലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യത്തില്ല. അതിനും ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ പറഞ്ഞു തരണം അല്ലേ. അതെ അതെ. എന്നാന്ന് വെച്ചാൽ മറ്റേ നമ്മൾ ആ ഡിഷ് വാഷർ മേടിച്ചപ്പോഴത്തേക്കും കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ ഇരിക്കുന്നവരും ഉണ്ട്. അപ്പം എനിക്കൊരു ചേച്ചി പുറത്തുനിന്ന് മെസ്സേജ് ഇട്ടു. ആ ചേച്ചിക്ക് എത്ര ഹെൽപ്ഫുള്ളാണ് ഇതെങ്ങനെയൊക്കെ ചേച്ചി സഹായിച്ചിട്ടുണ്ട്, എത്ര ഇതാണ് ആ ഡിഷ് വാഷർ എത്രയും ഹെൽപ്ഫുൾ ആണെന്നുള്ളത് ആ ചേച്ചി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഓഡിയോസൊക്കെ ഇട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്തൊക്കെ ചെയ്യണം, ഇതിനകത്ത് എന്തൊക്കെ വെക്കാൻ മോനെ, എന്തൊക്കെ പറ്റും, ഇതെല്ലാം ആ ചേച്ചി എങ്ങനെ ഉപയോഗിച്ചു, എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നു, അതെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ സജഷൻസ് നമ്മൾ എടുക്കും, അല്ലെങ്കിൽ നമ്മളത് നമുക്ക് അങ്ങനെ കേൾക്കാനും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയണം അല്ലേ. പിന്നെ ഈ കിച്ചണിൻ്റെ തീമിൽ തന്നെ ആയിരിക്കും ഇവിടുത്തെ ഒക്കെ എല്ലായിടത്തെയും തീമും കളറും കളർ കോഡും എല്ലാം ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഗസ് ആയിട്ടുണ്ടാവും, ഗസ് ചെയ്യുന്നുണ്ടായിരിക്കും, മനസ്സിലായിട്ടുണ്ടായിരിക്കും. പിന്നെ 2 റൂം നമുക്ക് ഇന്റീരിയർ ചെയ്യുന്ന ആദ്യം 2 റൂമേ ഉള്ളൂ. ഒന്ന് അമ്മയുടെ ഒക്കെ റൂമും അമ്മയച്ചയുടെ റൂമും ഞങ്ങളുടെ റൂമും മാത്രമാണ് ഇന്റീരിയറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ബാക്കി 2 റൂം ചിറ്റാമ്മയുടെ റൂമും മേളത്തെ റൂമും അത് ഞങ്ങൾ തന്നെ ആയിരിക്കും ഇന്റീരിയർ ചെയ്യുന്നത്. നമ്മുടെ ഒരു ടച്ച് വേണമല്ലോ എല്ലാത്തിനകത്തും. കാരണം നമുക്ക് ഇപ്പോൾ ഉള്ള ഫർണിച്ചറൊന്നും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് യൂസ് ചെയ്യണമല്ലോ. ഇപ്പോൾ വലിയ 2 കട്ടിലുണ്ട്, അത് ചിറ്റാമ്മയ്ക്കും ഒന്ന് മേളത്തെ റൂമിലും വിടും. പിന്നെ അലമാരി ഉണ്ട്, അത് നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ല. അല്ലാത്ത ഇപ്പം കൂടുതൽ സ്റ്റോറേജ് സ്പേസ് വേണ്ടത് എൻ്റെ റൂമിലും അമ്മയുടെയും ആമിയുടെയും അച്ഛയുടെ റൂമിലുമാണ് ഏറ്റവും വേണ്ടത്. പിന്നെ കഴിഞ്ഞ ദിവസം ബാവച്ചിക്ക് റൂമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആരും വിചാരിക്കേണ്ട. അതിന് എന്നെ കാര്യം എന്ന് വെച്ചാൽ ഞാനത് അങ്ങനെ വിട്ടുപോയതല്ല. കാരണം ബാവച്ചിയുടെ ഇല്ലില്ല അല്ലല്ല വാവച്ചി കിടക്കുന്നത് ചിറ്റാമ്മയുടെ കൂടെയാണ്. അപ്പം വരുമ്പല്ലേ പണ്ട് പൊട്ടിയാ അതെ. ഞാൻ കാണുന്ന അന്ന് തൊട്ടേ ചിറ്റാമ്മ അവർ രണ്ടുപേരുമാണ് ഒന്നിച്ച് കിടക്കുന്നത്. ഇപ്പാണ് ലച്ചു ആ സ്ഥലത്തേക്ക് ചാടി കയറിയത്. അപ്പം മേളത്തെ റൂം പിള്ളേർക്കുള്ളതാണ്. ഇപ്പൊ രാഹുൽ ചേട്ടായി എന്ന് വെച്ചാൽ നമുക്കിപ്പോ ചേട്ടായി ഇപ്പൊ കടയിൽ നിൽക്കുന്നു, അതുകൊണ്ടാണ് നമ്മുടെ കൂടെ ചേട്ടായി നിൽക്കുന്നത്. കാരണം കടയിൽ പോയിട്ട് വരിക എന്നുള്ള ഒരു സസ്യം ദൂരെ പോയിട്ട് വരണം, അതുകൊണ്ടാണ് ചേട്ടായി നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പം കടയിലുള്ള അത്രയും കാലമാണ് ചേട്ടായി നമ്മുടെ കൂടെ ഉണ്ടാവുക.
അപ്പം അല്ലാത്ത സമയത്ത് ആ റൂം അവിടെ ഫ്രീ ആണ്. പിള്ളേർ കുറച്ചുകൂടെ ഒന്ന് ഏജ് ആവാതെ അവരെ നമ്മൾ മാറ്റിയും കിടത്തത്തില്ല. കേൾക്കാവോന്ന് അറിയത്തില്ല, നോയ്സ് ഉണ്ട്. അപ്പം വാവച്ചി കല്യാണം കഴിച്ച് ഹസ്ബൻഡിനോട് ഉള്ളതാണ്. അവർ വരുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂമാണ് മേളത്തെ റൂം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയാഞ്ഞത് ഇപ്പോൾ അവൾ വരുമ്പോൾ ചിറ്റാമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്. ചിറ്റാമ്മയും ലക്ഷ്മിയും വാവച്ചിയുടെ റൂമാണ് താഴത്തെ റൂം കേട്ടോ. ഓക്കെ, മേളത്തെ റൂം നമുക്ക് പിള്ളേരുടെ രീതിയിൽ സെറ്റ് ചെയ്യണം. ഒരുമാതിരി പിന്നെ കിഡ്സിന്റെ റൂമായിട്ടൊന്നും അല്ല, ആ രീതിക്ക് സെറ്റ് ചെയ്യണം. അതെ, നല്ല നോയ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത ദിവസം നമ്മുടെ വീടിൻ്റെ വാർക്ക് കാണും കേട്ടോ. ഓക്കെ, അപ്പം അന്ന് കുറേ പരിപാടികളുണ്ട്. നമ്മൾക്ക് ഇവിടെ ടൈലിൻ്റെ പരിപാടിയുണ്ട്, ബാക്കി കുറേ കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുണ്ട്. അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ആയിട്ടും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ലവ് യു ഓൾ.